അടുത്തതായിട്ടൊരു ബ്രോക്കറേജ് റിപ്പോർട്ടായിട്ട് നിലവിലിപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ളത് നിലവിലിപ്പോൾ എറ്റേണലിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു റിപ്പോർട്ടാണ്. നിലവിലിപ്പോൾ ജയം ഫിനാൻഷ്യൽ സർവീസസ് ഒരു ബൈ റേറ്റിംഗ് ആണ് ഇറ്റേണലിന് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസായിട്ട് 400 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. മുൻപ് നൽകിയിരിക്കുന്നത് ഒരു 450 രൂപ എന്ന് പറഞ്ഞൊരു പ്രൈസ് ടാർഗറ്റ് ആയിരുന്നു നൽകിയിരുന്നത്. നിലവിൽ പരിശോധിക്കുമ്പോൾ ആ ഒരു ടാർഗറ്റിൽ ഒരു കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലെ ഒരു മാർക്കറ്റ് പ്രൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 30% അപ്സൈഡ് പൊട്ടൻഷ്യൽ നിലവിലിപ്പോൾ ഈ ഒരു ഇറ്റേണലിൻ്റെ ഓഹരിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു എന്നൊരു കാര്യമാണ് ജയം ഫൈനാൻഷ്യൽസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ലോങ് ടേമിൽ, അതായത് നിയർ ടേമിൽ പരിശോധിക്കുകയാണെങ്കിലൊക്കെ തന്നെ ബ്ലിങ്കിറ്റ് അടക്കമുള്ള കമ്പനികളുടെ വളർച്ചയൊക്കെ തന്നെ നിലവിൽ ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തേക്കും. എന്നാൽ ലോങ് ടേമിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് ഒരു മീഡിയം ടു ലോങ് ടേമിൽ നിലവിലിപ്പോൾ ഇറ്റേണലിൻ്റെ മുകളിൽ ജയം ഫൈനാൻഷ്യൽസ് സ്വീകരിച്ചിരിക്കുന്നത്. നിലവിലിപ്പോൾ ഒരു ഓഹരിയിൽ നിക്ഷേപിക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള റാഷണലായിട്ട് നിലവിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഷോർട്ട് ടേമിൽ പരിശോധിക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ബ്ലിങ്കിറ്റിൻ്റെ ഒക്കെ തന്നെ ഒരു ക്യുക്കമേഴ്സ് രംഗത്തൊക്കെ ഉണ്ടാകുന്ന ഹൈ കോമ്പറ്റീഷനും കൂടാതെ ക്യാഷ് ബേണും ഒക്കെ തന്നെ ഒരു പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ ലോങ് ടേമിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇറ്റേണലിനെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുമ്പോൾ കമ്പനി ബെസ്റ്റ് പ്ലേസ്ഡ് ആണ്. ഫുഡ് ഡെലിവറി സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിലും ക്യുക്കമേഴ്സ് സെഗ്മെൻറ്റ് പരിശോധിക്കുകയാണെങ്കിലും ഉണ്ടായി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് ടാപ്പ് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബെസ്റ്റ് പ്ലേസ്ഡ് ആണ് എന്നൊരു വ്യൂ പോയിൻ്റ് ആണ്. അതുകൂടാതെ പ്രോഫിറ്റബിലിറ്റി നോക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ പ്രോഫിറ്റബിലിറ്റിയിലേക്കുള്ള ഒരു പാത്ത് കൂടുതൽ ക്ലിയർ ആയിട്ട് വരുന്നു എന്നത് കമ്പനിക്ക് പോസിറ്റീവാണ്. കൂടാതെ ബാലൻസ് ഷീറ്റിലേക്ക് പരിശോധിക്കുകയാണെങ്കിൽ ബാലൻസ് ഷീറ്റ് നിലവിൽ ഇപ്പോഴൊരു സ്ട്രെങ്ത് കാഴ്ചവെക്കുന്നുണ്ട്. കൂടെ പരിശോധിക്കുമ്പോൾ നിലവിൽ മാർക്കറ്റ് ലീഡർഷിപ്പ് വർദ്ധിപ്പിക്കാൻ കമ്പനിക്ക് സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങൾ മുൻനിർത്തിയാണ് നിലവിലിപ്പോൾ ഒരു ബൈ റേറ്റിംഗ് നിലവിലിപ്പോൾ ഇറ്റേണലിന് നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്.